ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഞാനൊരു കുട്ടി സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ദേഷ്യപ്പെടുന്ന വ്യക്തികളാണല്ലേ. ദേഷ്യപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അത് നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണലാണ്. അപ്പോൾ ദേഷ്യപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല. പക്ഷേ എല്ലാത്തിനും എന്തൊരു കാര്യത്തിനും ആ ഒരു ആവശ്യമില്ലാതെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന, ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ നമ്മൾക്കിടയിൽ. കുട്ടികൾ പോലും ഉണ്ടല്ലോ. കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വാശിയൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾ പോലെ, ഇപ്പോൾ എപ്പോഴത്തെ കുട്ടികൾ പോലെ അങ്ങനെയാണല്ലോ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും വാശിയൊക്കെ ഉണ്ടാകുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കുട്ടി സ്റ്റോറിയാണ്, ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്, ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലായിട്ട് പോകാം. ഒരു സ്ഥലത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനിക്ക് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഭയങ്കര ദേഷ്യം കേട്ടോ. എല്ലാത്തിനും മറ്റുള്ളവരെ എടുത്ത് ചാടി ദേഷ്യപ്പെടുക, സംസാരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം അവൻ്റെ അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ കുറച്ച് നിറയെ ആണികൾ കൊടുത്തു. ആണികൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ നിനക്ക് എപ്പോഴൊക്കെ നിൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നീ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ മതിൽമേൽ ചെന്നിട്ട് ഇതിൽ ഓരോ ആണികളായിട്ട് നീ തറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് ഓക്കെ സെറ്റെന്നും പറഞ്ഞുകൊണ്ട് അവൻ ആദ്യത്തെ ദിവസം തന്നെ 37 ആണിയെന്ന് തറച്ചത്. എന്താ അല്ലേ. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അതിനുശേഷം അവനിക്ക് അവൻ്റെ ദേഷ്യങ്ങളൊക്കെ ഒരുവിധം അവനക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് അവൻ പഠിച്ചു. ആ ഒരു മാനസിക നിലയിൽ അവൻ എത്തി. എന്നിട്ട് അവൻ ചിന്തിച്ചു, ഇതിൽ മേലെ ആണിയെ തറയ്ക്കുന്നതിനേക്കാൾ എത്രയോ സിമ്പിളാണ് നമുക്ക് നമ്മുടെ ദേഷ്യത്തെ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ അവൻ കംപ്ലീറ്റ്ലി അവൻ്റെ ദേഷ്യത്തെ അവൻ കൺട്രോൾ ചെയ്യാനായിട്ട് അവൻ പഠിച്ചു. എന്നിട്ട് അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇപ്പം എനിക്കെൻ്റെ ദേഷ്യമൊക്കെ ഞാൻ വളരെയധികം കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു, കംപ്ലീറ്റ്ലി ഞാൻ പഠിച്ചു, ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വളരെ സന്തോഷം മോനെ. അപ്പോൾ മോൻ ഇനി എന്ത് ചെയ്യണം, മോൻ ഇനി എപ്പോഴൊക്കെ മോൻ്റെ ഈ ദേഷ്യത്തെ മോനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ അപ്പോഴൊക്കെ മോൻ ചെന്നിട്ട് പതിയെ അതിലെ മേലെ തറച്ചിട്ടുള്ള ആണിയെ പറിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്ന ദിവസങ്ങളിലെല്ലാം അവൻ ഓരോ ആണികളായിട്ട് പറിച്ചെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ അവന് കംപ്ലീറ്റ്ലി അവനതിൽ നിന്ന് റിക്കവർ ആകാൻ തുടങ്ങി. എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അച്ഛാ എൻ്റെ ആണികളെല്ലാം പറിച്ചെടുത്തു, ഇപ്പം എനിക്ക് ദേഷ്യമൊക്കെ നല്ല പോലെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ ഭയങ്കര ഹാപ്പി ആയിട്ട്, ഓക്കെ മോനെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അപ്പോൾ മോൻ വാ എന്ന് പറഞ്ഞിട്ട് മോനെയും കൂട്ടി അച്ഛൻ ആ മതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മോനിപ്പോൾ മോൻ്റെ ദേഷ്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ, അതിൽ അച്ഛനക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ മോൻ ഈ മതിൽമേലെ നോക്കിക്കേ, മോൻ കാരണം ഇപ്പം എത്ര ഹോളാണ് ഇതിനകത്തുള്ളത്. ഇനി ഈ മതിൽ പഴയ പോലെ ആകുമോ? ആവില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് മോൻ അമിതമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ മോൻ പറയുന്ന വാക്കുകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും മറ്റുള്ളവരുടെ ഹൃദയത്തെ അത് വളരെയധികം ബാധിക്കുന്നുണ്ടല്ലേ. ഇതേപോലെ തന്നെ അവൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ അവർക്കും വേദന എടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ അതിനുശേഷം മോൻ എത്ര തന്നെ സോറി പറഞ്ഞിട്ടും ആ മുറിവ് ഉണങ്ങുന്നുണ്ടോ? പെട്ടെന്ന് ഉണങ്ങി പോകുന്നുണ്ടോ? അത് അവർക്ക് മറക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എന്നിട്ട് അച്ഛൻ പറഞ്ഞു മോനോട്, അപ്പോൾ മോൻ ഇനി എപ്പോഴൊക്കെ ഇങ്ങനെ ദേഷ്യമായിട്ട് തോന്നുന്നുണ്ടോ അപ്പോൾ മോൻ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഓർത്ത് വയ്ക്കുക, മനസ്സിലെന്ന് ഈ കാര്യം അച്ഛൻ പറഞ്ഞ ഈ കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ മോന് കംപ്ലീറ്റ്ലി ഇതിൽ നിന്നും മോന് പുറത്തു വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നമ്മളെ ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ച് പറയുന്ന ഓരോ വാക്കുകളും അവരുടെ മനസ്സിന് എത്രമാത്രം മാനസികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അറിയുന്നില്ല അല്ലേ. അതിനുശേഷം നമ്മൾ ചിലപ്പോൾ അത് പറഞ്ഞത് മറന്നതിന് ശേഷം പിന്നെ നമ്മൾ അവരോട് സോറി പറയുന്നു. എന്തൊക്കെ സോറി പറഞ്ഞാലും നമ്മൾ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളോടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അവരുടെ മനസ്സിന് എത്രമാത്രം അത് ബാധിച്ചിട്ടുണ്ടാവും, ഹേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആ മുറിവ് അവിടെ തന്നെ ഉണങ്ങാതെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഫിസിക്കലി നമ്മൾ ഒരാൾ ഉപദ്രവിച്ചാലും കൂടി കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മുറിവ് ഉണങ്ങുന്നു, പതിയെ നമ്മൾ റിക്കവറായി പുറത്തേക്ക് വരുന്നു. പക്ഷെ മാനസികമായിട്ട് മെൻ്റലി നമ്മൾ ഒരാൾക്ക് വിഷമങ്ങൾ കൊടുക്കുമ്പോൾ, അവരെ ഹേർട്ട് ചെയ്യുമ്പോൾ, അവരെത്ര കാലങ്ങളെടുത്താലും ആ മുറിവ് അവിടെ തന്നെ കിടക്കുക. അവരത് ഓർത്ത് വിഷമിക്കുക. പെട്ടെന്നൊന്നും ഉണങ്ങി പോകത്തില്ല അല്ലേ. നിങ്ങളിപ്പോൾ എത്ര തന്നെ സോറി പറഞ്ഞാലും മുറിവേറ്റത് തന്നെയാണല്ലേ.
അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ കഥയൊന്ന് ഓർത്ത് വയ്ക്കുക. അത് പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, ഈ കഥയൊന്ന് ഓർക്കുക, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണാം. ബൈ.